വലിയങ്ങാടിയിലെ വലിയ അനാസ്ഥയ്ക്ക് ഉത്തരവാദിത്തം പറയേണ്ടത് ആരെന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കും. ഒപ്പം സംസ്ഥാനത്തെ പല ജില്ലകളിലേക്കും പല പ്രദേശങ്ങളിലേക്കും പഴയ കെട്ടിടങ്ങളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം നമുക്ക് കോഴിക്കോട്ടേക്ക് തന്നെ പോകണം. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് സംഭവിച്ചത് ഗുരുതര വീഴ്ചകളാണ്. വലിയങ്ങാടിയിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ കണ്ടെത്തിയതാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും കടമുറികൾ ലേലത്തിന് യോഗ്യമല്ലെന്നും എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകി. 2024 ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. എന്നാൽ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരുന്ന 16 കെട്ടിടങ്ങളിൽ ഒന്നാണ് തകർന്നതെന്നാണ് മേയറുടെ വിശദീകരണം. വ്യാപാരികളുടെ എതിർപ്പാണ് ഒഴിപ്പിക്കൽ നടപടി വൈകാൻ കാരണമെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. മേയറുടെ ഇന്നത്തെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലെ 16 കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ DPR ക്ഷണിച്ച് എല്ലാം നടപടികൾ പൂർത്തിയാകുമ്പോൾ കെട്ടിടം അൺഫിറ്റാക്കി കച്ചവടക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നൊരു തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടില്ല. ഏത് കെട്ടിടമാണോ യഥാസമയം പൊളിക്കേണ്ട തീരുമാനങ്ങൾ എടുത്ത് നടപടികൾ പൂർത്തിയാവുന്നു ആ മുറയ്ക്ക് മാത്രം ഇവർക്ക് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ആ കെട്ടിടം അൺഫിറ്റാക്കിയില്ല. അൺഫിറ്റ് ആക്കാത്തത് കൊണ്ടാണ് അതിൽ ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. ആ അപേക്ഷ കൊടുക്കുമ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ എഞ്ചിനീയറിംഗിൽ നിന്ന് എഴുതി വെക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടമാണ്, ബലക്ഷയമുള്ള കെട്ടിടമാണ്, അതുകൊണ്ട് ഇത് കൊടുക്കുന്നത്. അത് നമ്മൾ അംഗീകരിച്ചു, പുതുതായിട്ട് കൊടുത്തില്ല. ഇത് ധനകാര്യ കമ്മിറ്റി അംഗീകരിച്ചു, കൗൺസിൽ അംഗീകരിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, പൊലിഞ്ഞത് ജീവനുകളാണ്. അപ്പോൾ ഈ ലഭിക്കുന്ന ഒരു വിശദീകരണത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഗുരുതര വീഴ്ചകൾ വ്യക്തമാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ അൺഫിറ്റ് അല്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലൊരു കെട്ടിടം നമ്മൾ കാഴ്ചയിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടുന്നതാണല്ലോ. അതിന്റെ ശോചനീയാവസ്ഥ, അതുപോലെ ശോചനീയമായ ഒരു കെട്ടിടം എത്രയും പെട്ടെന്ന് അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തി അവിടെ നിന്നും ആളുകളെ മാറ്റുക എന്നുള്ളൊരു കാര്യം ഏറ്റവും അടിസ്ഥാനപരമായി നടക്കേണ്ടതായിരുന്നു. അത് നടക്കാത്തത് കൊണ്ടാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികളുടെ ജീവൻ പൊലിഞ്ഞത്. മേയറുടെ വിശദീകരണം അത് ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളില്ലേ അഭിജിത്ത്? അതിൽ റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയങ്ങാടിയിൽ തകർന്നു വീണ കെട്ടിടം അത് അൺഫിറ്റ് ആണ് എന്ന് മനസ്സിലാക്കാനായി കഴിയും. അതായത് കാലപ്പഴക്കം വന്ന കെട്ടിടമാണ്. ഒരുപക്ഷെ പുതുക്കി പണിയുകയോ പൊളിച്ചു നീക്കുകയോ ചെയ്യേണ്ട കെട്ടിടമാണ്. പക്ഷേ സാങ്കേതികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വീഴ്ചയെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഈ അൺഫിറ്റ് എന്നുള്ളതാണ്. 2022 തന്നെ കോർപ്പറേഷൻ പരിധിയിലെ 16 കെട്ടിടങ്ങൾ കാലപ്പഴക്കം വന്നതാണ്. അത് പുതുക്കി പണിയണം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കോർപ്പറേഷൻ എത്തിയിരുന്നു. പക്ഷേ അത് അൺഫിറ്റ് ആണ് എന്നുള്ളൊരു റിപ്പോർട്ട് അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി അവിടെ നിന്ന് കടമുറികൾ ഒഴിപ്പിക്കാതിരുന്നത്, പൊളിച്ചു മാറ്റുന്ന നടപടികളിലേക്ക് കടക്കാതിരുന്നത് എന്നുള്ള വിശദീകരണം മേയർ നൽകുന്നു. അവിടെ ഈ കടമുറികൾ പുതുക്കി പണിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അടിയന്തരമായി ആളുകളെ, കടമുറികളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് കടമുറികൾ ഓരോന്നായി പുതുക്കി പണിത് ആളുകളെ താൽക്കാലികമായി മാറ്റുകയും പിന്നീട് അവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക തുടങ്ങിയ നടപടികൾക്കാണ് തങ്ങൾ ശ്രദ്ധ കൊടുത്തത് എന്നും അദ്ദേഹം പറയുന്നു. ഇതിൽ പ്രധാനം 2024 ഒക്ടോബർ 30 തന്നെ ഒരു റിപ്പോർട്ട് അത് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം റവന്യൂ വിഭാഗത്തിന് കൈമാറുന്നുണ്ട്. അത് ഈ കെട്ടിടം കാലപ്പഴക്കം വന്നതാണ്, ലേല നടപടികൾ അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അതിന് യോഗ്യമല്ല എന്ന് കാണിച്ചുള്ള റിപ്പോർട്ടായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെത്. അങ്ങനെയാണ് അവിടെ ലേല നടപടികൾ പുരോഗമിക്കാതിരുന്നത്. പക്ഷേ പുതിയ ലൈസൻസുകൾ നൽകിയില്ല എങ്കിൽ കൂടി ഉള്ള ലൈസൻസുകൾ പുതുക്കി നൽകുന്ന തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ എത്തുകയും ചെയ്തിരുന്നു. അവിടെ വേണ്ടിയിരുന്നത് ഇത്തരം കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെ കൃത്യമായി പരിശോധിക്കുകയും അവയിൽ തകർന്നു വീഴാനുള്ളവയുണ്ട് എങ്കിൽ അവയെ അൺഫിറ്റ് എന്ന പട്ടികയിലേക്ക് പെടുത്തുകയുമായിരുന്നു. അങ്ങനെ ഒരു നടപടിയെ കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തരം ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് ഇനിയിപ്പോൾ അങ്ങനെയുള്ള നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കാൻ പോകുന്നത്. ഉടൻ തന്നെ അടിയന്തരമായി ബലക്ഷയമുള്ള കെട്ടിടങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മേയർ പറയുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ സഹായം ഇക്കാര്യത്തിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഈ തരത്തിലുള്ള ന്യായീകരണങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കേൾക്കേണ്ടതില്ല. അൺഫിറ്റ് ആണോ, കാലപ്പഴക്കം വന്നിട്ടുണ്ടോ എന്നുള്ള പട്ടികയിൽ തരംതിരിച്ചുകൊണ്ട് ഇത്തരം കെട്ടിടങ്ങളുടെ അത് പൊളിഞ്ഞു വീഴുമോ എന്നൊന്നും കണക്കുകൂട്ടാൻ കഴിയുകയില്ല.
നിരവധിയായ കെട്ടിടങ്ങൾ ഇപ്പോഴും കോർപ്പറേഷൻ പരിധിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവയെ ഉടനടി തന്നെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അതിന് തടസ്സമാകുന്നുണ്ടെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലിലേക്ക് കടക്കാൻ അത് കോർപ്പറേഷൻ തയ്യാറാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ സാധാരണക്കാരായ കയറ്റിറക്ക് തൊഴിലാളികളായ 4 പേരുടെ ജീവനാണ് ഇന്നലെ ഈ അപകടത്തിൽ പൊലിയുന്നത്. 3 ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 3 നിലകളുള്ള ഒരു കെട്ടിടമാണ് റോഷ്നി. അത് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു 50 വർഷമൊക്കെ ആയ കെട്ടിടം എങ്ങനെയാണ് വീണ്ടും കടമുറികളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്? ഒരറ്റകുറ്റപ്പണിയും ഒരു മെയിൻ്റനൻസും അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. 50 മീറ്ററോളം ദൂരത്തിൽ സൺഷെയ്ഡ് അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് വരികയാണ്. അവിടെ ഇതൊന്നും അറിയാതെ നിൽക്കുന്നവരുടെ മുകളിലേക്കാണ് ഇത് വന്ന് പതിക്കുന്നത്. കടയുടമകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുള്ള കാരണവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് അൺഫിറ്റ് ആണ് എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ കടമുറികളിലുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ പറയേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് മേയർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം, കടമുറികൾ ഒഴിവാക്കാനുള്ള നീക്കം അതേതായാലും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ അവിടേക്ക് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെത്തുന്നു. അവിടെ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മുകളിൽ ഈ നോട്ടീസ് പതിപ്പിക്കുകയാണ്. ആ നോട്ടീസിൽ പറയുന്നത് ഇതിന്റെ ശോച്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഈ മുറിയിലുള്ള സാധനങ്ങൾ നീക്കി ഈ മുറി ഒഴിയണമെന്നുള്ളതാണ്. അത് നേരത്തെ ചെയ്യാമായിരുന്നു ഇവർക്ക്, അല്ലേ? ഈ ഒരു അപകടം സംഭവിച്ച് ജീവനുകൾ പൊലിഞ്ഞു കഴിയുമ്പോൾ ഓടി വന്ന് നോട്ടീസ് പതിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് ആളുകൾ ഒഴിയണമെന്ന് പറയുന്നു, കടമുറികൾ ഒഴിയണമെന്ന് പറയുന്നു. ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഇതുപോലൊരു ദുരന്തം സംഭവിക്കുമായിരുന്നോ? എടുക്കേണ്ട നടപടികൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം. അതല്ലെങ്കിൽ സംഭവിക്കുന്ന എത്ര വലിയ പ്രത്യാഘാതമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ.